ഞാൻ പാലക്കാടിന്റെ ഇപ്പോഴത്തെ MP-യോടും വരാൻ പോകുന്ന MLA-യോടും പറഞ്ഞിട്ടുണ്ട്, പഴയ MLA-നെ ഒന്ന് മൈൻഡ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെറ്റാണ് ആണല്ലേ. അത് പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഗാനങ്ങൾ ഞങ്ങൾ പുറത്തിറക്കാൻ പോകുന്നേ ഉള്ളൂ. ആവേശത്തിൽ കുറേ ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. മുക്കോളി ഇന്നലെ തന്നെ സെറ്റാണ്. രാത്രി തന്നെ പുറത്ത് വിട്ടണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് മുക്കോളി അവിടെ വന്നത്. മുക്കോളി ഇലക്ഷനും പാടിയിട്ടുണ്ടായിരുന്നു, അതും ഹിറ്റായിരുന്നു, ഇതും ഹിറ്റാവും. അതിനിപ്പോൾ ഈ ഹോള് കടന്ന് കുറച്ച് കഴിഞ്ഞാൽ അറിയാലോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എല്ലാ മേഖലയിൽ നിന്നും നല്ല റെസ്പോൺസ് അല്ലേ കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു പ്രതികരണം വോട്ടിങ്ങിലും ഉണ്ടാവുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇപ്പോൾ 2021 കമ്പയർ ചെയ്യുമ്പം അത്തരം ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു സാഹചര്യം നേരിട്ടൊരു അനുഭവം ഫീൽഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല, ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അന്ന് മെട്രോമേ മത്സരിക്കുമ്പോൾ നമുക്കത് അനുഭവപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട, നല്ല ഭൂരിപക്ഷം നമുക്ക് 12 മണിക്ക് കാണാം. ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം. ഷാഫി നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഷാഫിക്ക് പിന്നെ ഈ കാര്യങ്ങൾ അറിയാം. ഷാഫി പാലക്കാടിൻ്റെ മാനേജർ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാനേജർ എന്ന നിലക്കല്ല, പാലക്കാടിൻ്റെ തന്നെ മാനേജർ എന്ന നിലക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മൂപ്പർ വർക്ക് ചെയ്തത്. അതായത് പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ കാണുമ്പോൾ ഒരു ആശങ്ക ഷാഫിയുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പക്ഷേ ആ നിലയ്ക്ക് കാണുന്നില്ല. സ്ഥാനാർത്ഥികളുടെ മുഖത്തെ പിരിമുറുക്കം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഏതായാലും ഇപ്പോൾ സംസാരിച്ചപ്പോൾ കണ്ടില്ല എന്നത് എനിക്ക് കൗതുകമായിട്ട് തോന്നി. എന്നാൽ അവിടെ പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. പ്രസാദ്, സംഗതി വയനാട്ടിലും ചേലക്കരയിലുമൊക്കെ കടുത്ത മത്സരം നടക്കുന്നുണ്ട്, പലതരത്തിൽ കടുത്തത്. വിജയത്തിൻ്റെ കാര്യമല്ല വയനാട്ടിലെങ്കിൽ അവിടെ ഈ വോട്ട് എണ്ണം എത്രക്ക് വർദ്ധിക്കുമെന്ന ചോദ്യം പ്രധാനമായിട്ട് എല്ലാ മുന്നണികളുടെയും മുന്നിൽ നിൽക്കുന്നുണ്ട്. ചേലക്കരയിൽ നമുക്കറിയാം മറിച്ചിടും എന്ന് UDF പറയുന്നുണ്ട്, എന്നാൽ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും, ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ആ മണ്ഡലം ഉണ്ടാവുക എന്ന് LDF നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. BJP വോട്ട് കൂട്ടും ചേലക്കരയിൽ എന്ന അഭിപ്രായവും പറയുന്നുണ്ട്. പക്ഷേ